അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ എടുക്കുന്നത്. ഇത് ഞങ്ങൾ ചാലിയം ബീച്ചിൽ പോയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല, ടൈം കിട്ടാറില്ല. ഉമ്മ ഇങ്ങനെ സുഖമില്ലാണ്ടിരിക്കുന്ന കാരണം അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് അതിനിടയിൽ ഞങ്ങളൊന്ന് ചാലിയം ബീച്ചിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയതായിരുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെ ഞങ്ങൾ പോയതാണ് ബീച്ചിൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബീച്ച് ഭാഗത്തേക്കൊന്നും പോവാത്താണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെയാണ്. ഈ കൊറോണ കാരണം എവിടെയും നമുക്ക് കയറാനൊന്നും പറ്റുന്നില്ല. എങ്ങോട്ടും അലൗഡല്ല. ജസ്റ്റ് ഒന്ന് പോയി കണ്ട് തിരിച്ചു പോരാ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രാവലിങ് രസമായിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് എൻ്റെ 2 മക്കളും പിന്നെ ഹസ്ബൻഡ് 2 ജ്യേഷ്ഠന്മാരെ ഓരോ മക്കളുമായിട്ട് ഞങ്ങൾ ഒരു 6 പേരും കൂടിയിട്ടാണ് പോയത്. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വെറുതെ ഒന്ന് പോയി. അങ്ങനെ അതൊക്കെ ഞങ്ങൾ വഴിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചാലിയം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജങ്കാറൊക്കെ നിൽക്കുന്നുണ്ട് പോവാനായിട്ട്. ഞങ്ങൾ വന്ന സമയത്ത് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ബോട്ടുകളൊക്കെ, മീൻ പിടിക്കാനുള്ള ബോട്ടുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഒക്കെ ആർക്കും എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഈ ജങ്കാറിൽ കയറുക, അപ്പുറത്തെ കരയിലൊന്ന് പോവുക, തിരിച്ച് പോവുകയാണ് എല്ലാവരും. കാരണം എവിടെയും നമുക്ക് ഇറങ്ങാനൊന്നുമുള്ളൊരു സ്പേസൊന്നുമില്ല. പിന്നെ അങ്ങോട്ടൊന്നും അലൗഡല്ല. ഞങ്ങൾ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടുന്ന് പോലീസുകാരൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇപ്പം ഇങ്ങനൊരു സമയമായതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും ഇതേപോലെ ലാസ്റ്റ് ജങ്കാറിലൊന്ന് കയറി തിരിച്ച് പോരുകയാണ് ഉണ്ടായത്. പിന്നെന്താ, കുട്ടികൾക്ക് ഭയങ്കര ബോറിങ് ആയി. ഇങ്ങനെയാണെങ്കിൽ പോരണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. കുട്ടികൾ ഭയങ്കര ബോറായി. ജങ്കാറിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പോരെ. കുട്ടികൾ ബീച്ചിലേക്കൊക്കെ പോവുക പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും പോരുന്നത്. അപ്പോൾ അതിനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജങ്കാറിലാണ്, അപ്പുറത്തെ ഇതിലേക്ക് പോവുകയാണ്. ജങ്കാറിലുള്ള ഇത് രസമായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, അപ്പുറത്ത് പോയിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും ഉണ്ടായില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. എനിക്കും അറിയില്ല എന്താണ് അവിടുത്തെ ഒരു ഇതൊന്നും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് തിരിച്ച്, ഇതിപ്പോൾ അപ്പുറത്തെ കരയാണ്. അപ്പുറത്തെ കരയിൽ ഇതൊക്കെ തന്നെയുള്ളൂ, കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഇനി അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ തിരിച്ചിപ്പോൾ ജങ്കാർക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ജങ്കാറിൽ കയറിയതാണ്. ഇപ്പം ഞങ്ങൾ കാണാൻ പറ്റിയത് തിരിച്ച് പോരുന്ന വഴിയിൽ നമ്മളൊരു പാലത്തിൻ്റെ അവിടെ താഴെ ആളുകളൊക്കെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണിത്. അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ സൂര്യാസ്തമയം കഴിഞ്ഞ സമയത്താണ് നമ്മളവിടെ എത്തിയത്. അത് അവിടെ ഇറങ്ങിയത് കാരണം മാത്രമാണ് അവർ നിർത്തിയത്. പറഞ്ഞപ്പോൾ പോന്നു. ആർക്ക് എൻ്റെ ചെറിയ മോൾക്ക് തീരെ പേടിയില്ല. അവൾ എത്ര വെള്ളത്തിക്കാണെങ്കിലും ഇറങ്ങും. മൂത്താൾ ചീത്ത പറഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ ഇരുത്തുകയാണ്.
അവളാണ്ട് ഇറങ്ങി പോവാണ്. അവൾക്ക് എന്ത് അറിയില്ല ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയ പ്രശ്നമാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അവർ പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിയിൽ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനൊക്കെ കയറി, ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ ബ്രോസ്റ്റാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതൊക്കെ കഴിച്ച് എല്ലാവരും തിരിച്ചു പോന്നു. പിന്നെ കുട്ടികൾക്ക് വലിയൊരു സന്തോഷമൊന്നും ആയില്ല. അവർക്ക് ശരിക്കൊന്ന് കളിക്കാനും ഇതിനൊന്നുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാലിയം ബീച്ച്. ഇനിയിപ്പോൾ ആരെങ്കിലും പോകാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോകേണ്ട, നമ്മുടെ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാവും നല്ലത് തോന്നുന്നു. അപ്പം എന്നാൽ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.